നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ കന്നിമൂല മുറിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അതൊരു വാസ്തുദോഷമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ചില സമയങ്ങളിൽ ചില പ്ലോട്ടുകൾ ചിലർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന പ്ലോട്ടൊക്കെ ആയിരിക്കും, അതിൻ്റെ ഈ പറഞ്ഞ കന്നിമൂല ഭാഗം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും വന്നാൽ അതൊരിക്കലും ഒരു സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമായിട്ട് പലരും വിചാരിക്കുന്നുണ്ട്. അപ്പം അതിന് ചില പ്രായോഗികമായ സൊല്യൂഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കന്നിമൂല മുറിയുക എന്ന് പറയുന്നത് ഒരു വാസ്തുദോഷം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ പറയും വാസ്തുപുരുഷൻ്റെ പാദം പുറത്തുപോയി, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മളതിനെ വ്യാഖ്യാനിച്ചെടുക്കുമെങ്കിലും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ കന്നിമൂലയിലെ മുറിവെന്ന് പറയുന്നത് ഗൃഹനാഥനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും, പ്രോബ്ലംസാണ് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം? അപ്പോൾ നമുക്ക് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ കന്നിമൂല ഭാഗത്ത് പുറത്ത് ഈ കറക്റ്റ് ആ സോണിലായിട്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ ചെയ്യണം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാറ കഷ്ണങ്ങൾ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹെവിനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പലരും ചെയ്തിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലെഡ് എന്ന് പറയുന്ന മെറ്റൽ നമ്മളൊരു 10 kg വെയിറ്റ് വരുന്ന രീതിയിൽ അവിടെ ഭൂമിയിൽ കുഴിച്ചിടുക എന്ന് പറയുന്ന ഒരു കാര്യം. അത് പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് നല്ലൊരു സൊല്യൂഷനായിട്ട് പലരും പറയുന്നുണ്ട്. പലരും പ്രായോഗികമായി ചെയ്തിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെയിറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മെറ്റൽ പ്രസൻസ് എന്ന് പറയുന്നതും ഒരു ഗുണം ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, വീട്ടിലെ കന്നിമൂല ഭാഗത്ത് നമ്മൾ പിരമിഡൽ റൂഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്കൊരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വസ്തുവിൻ്റെ ഡ്രോബാക്സിനെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഇതിൽ നമ്മൾ പരിഹരിക്കുക, ബിൽഡിങ്ങിൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആക്ഷനാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം വീടുകൾ ചെയ്യുമ്പോൾ കന്നിമൂല ഭാഗം മുറിഞ്ഞു കിടക്കുന്ന രീതിയിൽ വീടിൻ്റെ ഡിസൈൻ ഒരിക്കലും വരാനും പാടില്ല. കാരണം നമ്മൾ വീടിന് പോകുന്നത് കൃത്യമായി ആരൂഢം ഒരു മണ്ഡലം ചെയ്ത് ആ മണ്ഡലം പൂർണ്ണമായിരിക്കണം. എപ്പോഴും ഈ വസ്തുവിൻ്റെ ആ ഒരു ഡ്രോബാക്ക് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ വീടിൻ്റെ പ്ലാനിങ് ചെയ്യാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കന്നിമൂലയിലെ മുറിവ് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കന്നിമൂലയിലെ ഈ മുറിവ് ബാധിക്കുന്നത് ഗൃഹനാഥനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗൃഹനാഥൻ കുറച്ച് ദൈവികമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളായിട്ട് മാറണമെന്ന് ആണ് ഏറ്റവും നല്ലൊരു നിർദ്ദേശം. കാരണം അതുപോലെ തന്നെ രുദ്രാക്ഷം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രാർത്ഥന സ്ഥിരമായിട്ട് വീട്ടിൽ നടത്തണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇത്തരം ദോഷങ്ങളെ അതിജീവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ലാൻഡിൽ ഇതുപോലുള്ള ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ പലപ്പോഴും ലാൻഡിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ വീട്ടിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഏറ്റവും നല്ല ഉയർച്ചയും ഏറ്റവും നല്ല രീതിയിലുള്ള ഹെവിനെസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ മിസ്സിംഗ് ആണല്ലോ, അപ്പോൾ അവിടെ ആ സോണിൽ കൃത്യമായിട്ട് നല്ലൊരു ഹെവിനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകൾ ചെയ്ത് നിങ്ങളത് പരിഹരിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ കൊണ്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം.